Okay, good afternoon, everyone. So, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ, എൻ്റെ സൗണ്ട് കേൾക്കാമോ? ചാറ്റ് ബോക്സിൽ ഒരു യെസ് ഓർ നോ കൊടുക്കണേ. സൗണ്ട് കേൾക്കാമോ? യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്രോസ് ഹെഡ്ജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്രോസ് ഹെഡ്ജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തു, ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്തു. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു നിർത്തിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോർട്ട് ഹെഡ്ജ് ആണ്. അതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നീട് നമ്മൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതായിരിക്കും. സോ ഷോർട്ട് ഹെഡ്ജ് എന്താ? ഷോർട്ട് ഹെഡ്ജ് മീൻസ് സെൽ ദ ഫ്യൂച്ചർ കോൺട്രാക്ട് അറ്റ് ദ റേറ്റ് പ്രിവെയിലിംഗ് ടുഡേ and buy it on expiration at future rate at that time. Okay. അപ്പോൾ എന്താ ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇപ്പൊ സെല്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് പിന്നീട് വാങ്ങിക്കുക എക്സ്പിറേഷൻ അറ്റ് ദ ഫ്യൂച്ചർ റേറ്റ്. അപ്പോൾ ആരാണ് ഷോർട്ട്? അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇപ്പൊ നമ്മൾ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് ഇപ്പൊ പ്രസന്റിൽ നമ്മൾ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എന്തിനാണ് നമ്മൾ ഇത് ബൈ ചെയ്യുന്നത്? പിന്നീട് ഒരു ലേറ്റർ ഡേറ്റിൽ എന്തിനാണ് ഇങ്ങനെ ഫ്യൂച്ചർ ബൈ ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഓപ്പോസിറ്റ് അല്ലേ ചെയ്യുക? ഫ്യൂച്ചർ ബൈ ചെയ്തിട്ട് പിന്നീട് സെല്ലല്ലേ ചെയ്യുക. ഷോർട്ട് ഹെഡ്ജ് നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രസന്റിൽ നമ്മൾ ഫ്യൂച്ചർ സെല്ല് ചെയ്യും, എന്നിട്ട് ശരിക്കുള്ള ഫ്യൂച്ചറിൽ പോയിട്ട് ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യും. അപ്പൊ ഇത് ആരാ യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മാനുഫാക്ചറേഴ്സ് or producers lock into the price of selling asset as some future date. അപ്പൊ ഫ്യൂച്ചർ ഡേറ്റിൽ സെല്ല് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നു, നിങ്ങളൊരു മാനുഫാക്ചർ ആണ്, നിങ്ങളുടെ ഒരു അസറ്റ് ഉണ്ട്, നിങ്ങളുടെ ഇൻവെന്ററി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇൻവെന്ററി നിങ്ങൾ ഫ്യൂച്ചറിലാണ് ആക്ച്വലി സെല്ല് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു പേടി. എന്താ പേടി? COVID-19 സിറ്റുവേഷൻ ആണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്കണോമിക്കൽ പ്രോബ്ലം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പേടി ഈ ഫ്യൂച്ചറിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ റേറ്റിലേറെ കുറച്ച് സെല്ല് ചെയ്യേണ്ടി വരുമോ, ചിലപ്പോൾ മാർക്കറ്റ് ഒക്കെ ഇടിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കുള്ള ഇൻവെന്ററി ആണ് പറയുന്നത്, ഷെയർ അല്ല. അപ്പൊ അങ്ങനെ ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ വേറെ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു പെട്രോളിയം കമ്പനിയാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താ? പെട്രോൾ ആണ്, ഓയിലാണ്. അപ്പൊ നിങ്ങൾ ഓയിൽ സെല്ല് ചെയ്യാണ്. അപ്പൊ നിങ്ങളിപ്പോ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു പേടി. എന്താ പേടി? ഈ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇത് സെല്ല് ചെയ്യുമ്പോൾ, ഭാവിയിൽ നിങ്ങൾ ഓയിൽ സെല്ല് ചെയ്യുമ്പോൾ ഓയിൽ പ്രൈസ് കുറയുന്നൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. COVID-19 സിറ്റുവേഷൻ കാരണം മോശമാണ്. അപ്പോൾ ഓയിലിന്റെ ആരും പ്രത്യേകിച്ച് എണ്ണയൊന്നും എടുക്കുന്നില്ല, ബസ്സുകളൊക്കെ കുറവാണ്, ഫ്ലൈറ്റുകളെല്ലാം കുറവാണ്. ഇത് യൂസ് ചെയ്യുന്ന പല ആളുകളും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓയിലിന് ഡിമാൻഡ് കുറയും, അപ്പൊ പ്രൈസ് കുറയും. ഇലക്ട്രിക് കാറുകളൊക്കെ വരികയാണ്, അപ്പൊ പ്രൈസ് കുറയും. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പേടി എന്താ? നമുക്ക് ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യുമ്പോൾ പ്രൈസ് കുറയോ, അതാണ് പേടി. അങ്ങനെയുള്ള മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യണം? ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇപ്പൊ തന്നെ സെല്ല് ചെയ്യുക, എന്നിട്ട് ഫ്യൂച്ചറിൽ ബൈ ചെയ്യുക. അപ്പൊ ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേപോലെ തന്നെയാണ്. എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഓൺ സ്പോട്ട് പ്രൈസ് പ്ലസ് ഗെയിൻ ഓൺ ഹെഡ്ജ്ഡ് പാർട്ട്. കോസ്റ്റ് ഓഫ് സെല്ലിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഓൺ സ്പോട്ട് റേറ്റ് മൈനസ് ലോസ് ഓൺ പർച്ചേസ് ഓഫ് ഹെഡ്ജ്ഡ് പാർട്ട്. ഓക്കെ, അപ്പൊ നേരത്തെ പഠിച്ചത് നോക്കിയേ, ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ലോങ് ഹെഡ്ജ് ആകുമ്പോൾ കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ സ്പോട്ട് റേറ്റ് മൈനസ് ഗെയിൻ ആയിരുന്നു. ഷോർട്ട് ആകുമ്പോൾ മൈനസ് ഗെയിൻ അല്ല, പകരം എന്താ വരുന്നത്? പ്ലസ് ഗെയിൻ ആണ്. അപ്പൊ അത് മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ലോങ് ഹെഡ്ജ് ആകുമ്പോൾ ഗെയിന് നമ്മൾ പ്ലസ് ആണ് ചെയ്യുന്നത്. ഷോർട്ട് ഹെഡ്ജ് ആകുമ്പോൾ ലോങ് ഹെഡ്ജിൽ ഗെയിന് നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്, ഷോർട്ട് ഹെഡ്ജിൽ നമ്മൾ പ്ലസ് ചെയ്യും. അതേപോലെ തന്നെ ഇതും ഓപ്പോസിറ്റ് ആണ് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഗെയിൻ ഓൺ ലോസ് ഓൺ പർച്ചേസ്, ഫ്യൂച്ചർ റേറ്റ് അറ്റ് വിച്ച് കോൺട്രാക്ട് വാസ് മെയ്ഡ് മൈനസ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പയറേഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോങ് ഹെഡ്ജിൽ എന്താ പഠിച്ചത്? ഫ്യൂച്ചർ റേറ്റ് അറ്റ് ടൈം ഓഫ് എക്സ്പിറേഷൻ മൈനസ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് വിച്ച് കോൺട്രാക്ട് വാസ് മെയ്ഡ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫ്യൂച്ചർ റേറ്റ് അറ്റ് വിച്ച് കോൺട്രാക്ട് വാസ് മെയ്ഡ് മൈനസ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പിറേഷൻ. അപ്പൊ എല്ലാം ഒന്ന് തലതിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോങ് ഹെഡ്ജും ഷോർട്ട് ഹെഡ്ജും ആയി. Note when spot price and future contract price
at the time of expiration is not given separately, then take the price given at time of expiration as spot and future price both and solve the equation. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്. സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ കോൺട്രാക്ട് പ്രൈസും എക്സ്പിറേഷന്റെ സമയത്ത് തന്നിട്ടില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് എക്സ്പിറേഷൻ എന്നുള്ളത് സ്പോട്ട് ആയിട്ടും ഫ്യൂച്ചർ ആയിട്ടും ഒരേപോലെ കൺസിഡർ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാം എന്നുള്ളൊരു ഹിൻഡും തന്നിട്ടുണ്ട് എക്സാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 8 എടുക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഡിസംബർ 2016 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ പെട്രോകെമിക്കൽ പ്ലാന്റ് നീഡ്സ് ടു പ്രോസസ് 32,000 barrels in 3 months. The spot price per barrel is 8,775. A future contract expiring 3 months from now is selling for rupees 9,800. Assume that size of future contract is 100 barrel. The plan want to hedge through futures. Answer the following questions. What would its position be in future market? Next one, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, how should the plan hedge itself against a price change after 3 months? മൂന്നാമത്തത്, how many futures should be transacted and in what manner? Fourth one, explain and arrive at the effective price per barrel under hedging strategy that would be paid if the plant, if after 3 months, then price per barrel decline to 7,900 and increases to 10,600. Okay. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ലോങ് ഹെഡ്ജ് ആണോ ഷോർട്ട് ഹെഡ്ജ് ആണോ എന്ന് ക്വസ്റ്റ്യന് എങ്ങനെയാണ് നോക്കേണ്ടത്? അത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിയാൽ മതി. നമ്മൾ ലോങ് ഹെഡ്ജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, ഭാരത് ഓയിൽ കമ്പനി ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, ബൈ ആണ് ചെയ്യുന്നത്. ഓയിൽ അവരെന്താ ചെയ്യുന്നത്, ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ ലോങ് ഹെഡ്ജ് എന്ന് പറയും, ലോങ് ആണ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ഹെഡ്ജ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പെട്രോകെമിക്കൽ പ്ലാന്റ് ആണ്, പെട്രോകെമിക്കൽ പ്ലാന്റ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പെട്രോകെമിക്കൽ പ്ലാന്റ് ആണ് നമ്മളുടെ ബിസിനസ്. നമ്മൾ ബൈ അല്ല സെല്ലാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്, ബൈ അല്ല എന്താ ചെയ്യുന്നത്, നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. എന്താ നമ്മൾ സെല്ല് ചെയ്യുന്നത്, ഓയിൽ സെല്ല് ചെയ്യുന്നു. ഓയിലാണെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഐറ്റം നമ്മൾ സെല്ല് ചെയ്യുന്നു. പെട്രോകെമിക്കൽ പ്ലാന്റ് ആണ്, അപ്പൊ നമ്മൾ സെല്ല് ചെയ്യുന്നു, ഓയിലാണ് സെല്ല് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്പോട്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ, ഷെയർ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വൽ മാർക്കറ്റിൽ നമ്മൾ ഓയിൽ സെല്ലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, സ്പോട്ട് മാർക്കറ്റിൽ സെല്ലാണെങ്കിൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് ആൻസർ ടൈപ്പ് ചെയ്തേ. കുറച്ച് ക്ലാസ് 2, 3, 4 ക്ലാസ് ആണ്. നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരികയാണ്. സ്പോട്ട് മാർക്കറ്റിൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എവിടെ ചെയ്യേണ്ടത്, ഫ്യൂച്ചർ മാർക്കറ്റിൽ ചെയ്യേണ്ടത്. അപ്പൊ സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ചെയ്യണം. ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പെട്രോകെമിക്കൽ കമ്പനി സെല്ലാണ് ചെയ്യുന്നത് ഓയില്, അപ്പൊ ഫ്യൂച്ചർ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, ബൈ ചെയ്യണം. അപ്പൊ ആദ്യത്തിന്റെ ആൻസർ ആയി, വാട്ട് വുഡ് പൊസിഷൻ ബി ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ്, ബൈ. പൊസിഷൻ ബൈ ആയിരിക്കും. അപ്പൊ പൊസിഷൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പൊസിഷൻ വിൽ ബി ലോങ്, പൊസിഷൻ വിൽ ബി ലോങ്, പൊസിഷൻ വിൽ ബി ലോങ്. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതേ കാര്യം തന്നെയാണ് ക്വസ്റ്റ്യനിലും ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഓരോ കോൺസെപ്റ്റ് ഇങ്ങനെ 1 ആയിട്ട് ഞാൻ കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തിന് നിങ്ങളുടെ എക്സാമിനേഷന് ഈ കോൺസെപ്റ്റുകളെല്ലാം ഒരുമിച്ചിട്ടാണ് ചോദിക്കുക. അപ്പൊ ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്നു, നോട്ട്സ് എഴുതിയെടുക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തിന് പതുക്കെ ഇതിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും, റിപ്പീറ്റേഷൻ കാണാം. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്, how should the plant hedge itself against a price change after 3 months? ഇത് എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഹെഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഇത് ആദ്യം നോക്കേണ്ടത്, നമ്മൾ ബയ്യർ ആണോ മാനുഫാക്ചർ ആണോ?
നമ്മളിവിടെ മാനുഫാക്ചർ ആണ്. നമ്മൾ ബയർ ആണോ അതോ മാനുഫാക്ചർ സെല്ലർ ആണോ നോക്കണം. എവിടെ? സ്പോട്ട് മാർക്കറ്റിൽ. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഈ പെട്രോ കെമിക്കൽ പ്ലാന്റ് 32,000 ബാരൽ 3 months ടൈമിൽ പ്രോസസ് ചെയ്യും. എന്നിട്ട് എന്ത് സെല്ല് ചെയ്യും? ഈ 32,000 ബാരല് സെല്ല് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. അപ്പൊ 32,000 ബാരൽ നമുക്ക് 3 months കഴിയുമ്പോൾ സെല്ല് ചെയ്യാം. അപ്പൊ പെട്രോ കെമിക്കൽ കമ്പനി എന്താണ് ചെയ്യേണ്ടത്? ഷോർട്ട് ഹെഡ്ജ് ആണ് ചെയ്യേണ്ടത്. കാരണം അവർ മാനുഫാക്ചറർ ആണ്. മാനുഫാക്ചർ ആകുമ്പോൾ എന്ത് ചെയ്യണം? മാനുഫാക്ചർ ആണെങ്കിൽ മാനുഫാക്ചർ എന്ത് ചെയ്യണം? ഷോർട്ട് ഹെഡ്ജ് ചെയ്യണം. മാനുഫാക്ചർ ഷോർട്ട് ഹെഡ്ജ് ആണ് ചെയ്യേണ്ടത്. ഷോർട്ട് ഹെഡ്ജ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഹൗ ഷുഡ് ദ പ്ലാൻ ഹെഡ്ജ് ഇറ്റ് സെൽഫ്? എന്ത് ചെയ്യണം? ഷോർട്ട് ഹെഡ്ജ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഷോർട്ട് ഹെഡ്ജ് ചെയ്യേണ്ടത്? അപ്പൊ ഷോർട്ട് ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനി ഇപ്പൊ സെല്ല് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുന്നു ഫ്യൂച്ചറിന്റെ പ്രൈസ് ഇപ്പൊ സെല്ല് ചെയ്യണം. ഫ്യൂച്ചർ കോൺട്രാക്ട് എക്സ്പയറിംഗ് 3 months ഫ്രം നൗ ഈസ് സെല്ലിംഗ് ഫോർ 9,800 പെർ ബാരൽ. അപ്പൊ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ സെല്ല് ചെയ്യണം. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഹെഡ്ജ് കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിൽ 9,000 3 months സെല്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ഹൗ മെനി ഫ്യൂച്ചേഴ്സ് ഷുഡ് ബി ട്രാൻസാക്റ്റഡ് ആൻഡ് ഇൻ വാട്ട് മാനർ? അപ്പൊ എന്താ ചോദിക്കുന്നത്? എത്ര ഫ്യൂച്ചേഴ്സ് ആണ് ട്രാൻസാക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഓൾറെഡി കുറെ കാലമായിട്ട് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത്. എത്ര ഫ്യൂച്ചർ ആണ് ട്രാൻസാക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? എത്ര നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് എൻറ്റർ ചെയ്യേണ്ടത്? അപ്പൊ ഇത് നോക്കുക, സ്പോട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ 32,000 ബാരൽസ് ആണ് വിൽക്കാൻ പോകുന്നത്. 32,000 ബാരൽസിലാണ്. അപ്പൊ നമ്മൾ പണ്ട് പഠിച്ച ആ ഫോർമുല ഞാൻ വീണ്ടും മുകളിലോട്ട് കാണിക്കുകയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അതന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ കാര്യം തന്നെയാണ് പിന്നെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കോൺട്രാക്ട് എത്രയെന്ന് ഡിറ്റർമൈൻ ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇതിന്റെമായി ബന്ധപ്പെട്ട് പഠിച്ചത്. നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് എത്രയാണ്? റിക്വയർഡ് ഫോർ ഹെഡ്ജിങ് ആണ്. നമ്മൾ ഓരോ ഹെഡ്ജിങ് ഇങ്ങനെ പഠിച്ചു വന്നു എന്ന് മാത്രം. ക്രോസ് ഹെഡ്ജ് പഠിച്ചു, ലോങ് ഹെഡ്ജ് പഠിച്ചു, ഷോർട്ട് ഹെഡ്ജ് പഠിച്ചു. അതിലെല്ലാം ആൾമോസ്റ്റ് സെയിം ആണ്. ആ ഫോർമുല നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. എൻ്റെ മൈക്രോസോഫ്റ്റ് വൺ നോട്ട് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഈക്വൽ ടു വാല്യൂ ഓഫ് ബീറ്റ ഉണ്ട്, വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ ടു ബി ഹെൽഡ്. അപ്പൊ പോർട്ട്ഫോളിയോ എന്നുള്ളത് ഇവിടെ മാറ്റണം. നമ്മൾ എന്തിലാണോ ഡീൽ ചെയ്യുന്നത്, അവിടെ ചില ക്വസ്റ്റ്യൻസിൽ ഷെയർ ആയിരുന്നു. ക്രോസ് ഹെഡ്ജിന്റെ കേസിലും നോർമൽ ഹെഡ്ജിന്റെ കേസിലും ഷെയർ ആയിരുന്നു. ഇവിടെ നമ്മൾ എന്താ ഡീൽ ചെയ്യുന്നത്? ഓയിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എത്ര ഓയിലാണ് ഉള്ളത്? 32,000 ബാരൽസ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കണം. എന്താ നോക്കേണ്ടത്? ഇന്നലെ ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഡിനോമിനേറ്ററിൽ നമുക്ക് ബാരൽ വേണം. എവിടെ? ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ. ഇന്നലെ ചെയ്തൊരു ക്വസ്റ്റ്യൻസിൽ ടണ്ണും ബാരലും ആയിരുന്നു. അപ്പൊ രണ്ടും സെയിം ആക്കണം. ഇവിടെ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാം ബാരൽസിലാണ് തന്നിരിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അസ്യൂം സൈസ് ഓഫ് വൺ ഫ്യൂച്ചർ കോൺട്രാക്ട് 100 ബാരൽ. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 100 ബാരൽ. ബാരൽ വാല്യൂന് പകരം നമ്പർ എന്നുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 100 ബാരൽ. ഓക്കെ, ഇനി എന്ത് നോക്കണം? ബീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ബീറ്റ നോക്കേണ്ട ആവശ്യമില്ല. ഏതാ രണ്ടും സെയിം? നിങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർസ് ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങൾ ഫ്യൂച്ചർ പോയിട്ട് ഐ വിൽ സെൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഷെയർ എന്നാ പറയുന്നത്. രണ്ടും റിലയൻസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബീറ്റ നോക്കേണ്ട ആവശ്യമില്ല. ബീറ്റ എപ്പോഴാണ് നോക്കേണ്ട ആവശ്യം? നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ട്, ഡിഫറെന്റ് ഷെയർസ് ഉണ്ട്. നിങ്ങൾ അത് പോർട്ട്ഫോളിയോക്ക് പകരം ഉണ്ടാവില്ല. നിങ്ങൾ ഇൻഡെക്സിനോടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അത് ക്രോസ് ഹെഡ്ജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ബീറ്റ നോക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഫോർമുലാസ് ഉണ്ട്. ഈ ക്ലാസ് ഇന്ന് കഴിയുമ്പോൾ നാളെ നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം ഒരു തവണയും കൂടി ഇരുന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. 10 ക്വസ്റ്റ്യൻ ഒരുമിച്ചിരുന്ന് ചെയ്യാം, അതേ മാർഗ്ഗമുള്ളൂ. നെക്സ്റ്റ്, ഇവിടെ ഓയിലാണ് സ്പോട്ടില്, ഫ്യൂച്ചറിലും ഓയിലാണ്. അപ്പൊ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല? ബീറ്റ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ എത്ര ഫ്യൂച്ചർ വാങ്ങിക്കണം? നമ്പർ ഓഫ് ഫ്യൂച്ചർ ഈക്വൽ ടു
number of future equal to 32,000 barrel divided by 100 barrel. അപ്പോൾ നമ്പർ വരുന്നത് 32 numbers of future. 320 അല്ല 320 numbers of future. അപ്പൊ ഇപ്പൊ ഏറെക്കുറെ ഇങ്ങനെ ഈസി ആയിട്ട് വന്നിട്ടുണ്ടാവും. റിപ്പീറ്റേഷൻ കണ്ടു തുടങ്ങുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്ന സമയത്ത് അധിക ക്വസ്റ്റ്യൻസും റിപ്പീറ്റേഷൻ ആണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രീക്വന്റ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിക്കുന്നത്? അപ്പൊ നിങ്ങൾ എഴുതിയെടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ, തീർന്നിട്ടില്ലെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ തിരിച്ചും കാണിച്ചു തരാം കേട്ടോ. ഫോർത്ത് വൺ, എക്സ്പ്ലെയിൻ ആൻഡ് അറൈവ് at the effective price per barrel under the hedging strategy that would be paid by the plant if after 3 months price per barrel declines to 7,900, increases to 10,600. അപ്പോൾ നമ്മൾ ആദ്യം 7,900 മാറുന്ന സമയം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഞാൻ ആ ഫോർമാറ്റ് കൂടി പോയി കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഈ ഒരു ഇൻഫോർമേഷൻ ആണ് അവർ ചോദിക്കുന്നത്. എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് സെല്ലിങ് എത്രയാ? അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കോസ്റ്റ് ഓഫ് സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഏത് മാർക്കറ്റിലാണ്? ഇന്നലെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് ഓഫ് സെല്ലിങ് ആക്ച്വൽ മാർക്കറ്റിൽ 3 മാസം കഴിഞ്ഞിട്ട് ആക്ച്വൽ എത്രയാണ് സെല് ചെയ്യുന്നത്? എത്ര ആക്ച്വലി സെല് ചെയ്യുന്നത്? 32,000 ബാരൽസ് സെല്ല് ചെയ്യുന്നു. നമ്മളോട് പ്രൈസ് ആയിട്ട് എത്ര പറയുന്നു? ആക്ച്വൽ പ്രൈസ് 7,900 ആണെങ്കിൽ, ആക്ച്വൽ പ്രൈസ് 7,900 ആണ് ഡീക്ലൈൻ ചെയ്യുന്നെങ്കിൽ, അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ റുപ്പീസ് 7,900 ഈക്വൽ ടു റുപ്പീസ്. അപ്പോൾ 32,000 ബാരൽസ് ഉണ്ട്, അത് സെല്ല് ചെയ്യാൻ 7,900 എമൗണ്ട്, വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. 25,252 കോമയുടെ ഇന്ത്യൻ കോമ നോക്കുന്നില്ല, ഞാൻ കാൽക്കുലേറ്ററിൽ ഉള്ളത് അതേപോലെ കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ആഡ് എന്ത് നോക്കണം? ഗെയിൻ ആണോ ലോസ് ആണോ നോക്കണം. ഗെയിൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ പ്ലസ് ഓർ മൈനസ്. ഗെയിൻ ആണെങ്കിൽ പ്ലസ് ചെയ്യുന്നു, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുന്നു. എന്തില്? നമ്മുടെ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 2 ഇൻഫോർമേഷൻ വേണം. ഒന്ന്, ഫ്യൂച്ചർ റേറ്റ് അറ്റ് വിച്ച് കോൺട്രാക്ട് വാസ് മെയ്ഡ്. ഫ്യൂച്ചർ റേറ്റ് at which contract was made. പിന്നെന്താ അറിയേണ്ടത്? മൈനസ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പിറേഷൻ. ഈ പറയുന്ന ഇൻഫോർമേഷൻ മൈനസ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പിറേഷൻ ആണ്. ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പയറേഷൻ. ആ 3 മാസം കഴിയുമ്പോൾ, 3 എത്ര വെച്ച് കഴിഞ്ഞാൽ ആ ഫ്യൂച്ചറിന്റെ പീരീഡ് കഴിയുമ്പോൾ എത്രയാണ് റേറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ റേറ്റ് അറ്റ് വിച്ച് കോൺട്രാക്ട് വാസ് മെയ്ഡ്. എത്ര പ്രൈസിലാണ് കോൺട്രാക്ട് നമ്മൾ മെയ്ഡ് ചെയ്തത്? ക്വസ്റ്റ്യന്റെ മുകളിലോട്ട് പോകുന്നു. A petrochemical plant needs 32,000 barrels in 3 months time. Spot price per barrel is 8,775. നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല, നമുക്ക് അറിയേണ്ടത് സ്പോട്ട് പ്രൈസ് അല്ല, ഫ്യൂച്ചർ പ്രൈസ് ആണ്. A future contract expiring 3 months from now is selling for 9,800. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് നൗ എത്രയാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് മെയ്ഡ് ചെയ്യുമ്പോഴുള്ള പ്രൈസ് എന്ന് പറയുന്നത് 9,800 ആണ്. സോ 9,800 minus future rate at expiration. ആ ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പയറേഷൻ എത്രയാണ്? ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പയറേഷൻ. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പയറേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. 8,775 സ്പോട്ട് റേറ്റ് ആണ്, ആക്ച്വൽ ഓയിലിന്റെ പ്രൈസ് ആണ്. ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പയറേഷൻ തന്നിട്ടില്ല. അപ്പൊ എന്റെ നോട്ടിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? when spot price and future contract price at time of expiration is not given. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? നമുക്കൊരു ഇൻഫോർമേഷൻ വേണ്ടിയിരുന്നു. ഏത് ഇൻഫോർമേഷൻ വേണം? ഫ്യൂച്ചർ പ്രൈസ് അറ്റ് എക്സ്പയറേഷൻ വേണം. അപ്പൊ ഫ്യൂച്ചർ കോൺട്രാക്ട് പ്രൈസ് അറ്റ് എക്സ്പയറേഷൻ തന്നിട്ടില്ല, നോട്ട് ഗിവൺ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം?
take the price given at type of expiration as spot and future contract price both, then solve the question. അപ്പൊ ഇപ്പൊ സ്പോട്ട് എന്ന് പറഞ്ഞാൽ 8775 പറയരുത്, 3 months കഴിഞ്ഞിട്ട് നമുക്ക് എന്താ അറിയേണ്ടത്? എക്സ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസ് ആണ് അറിയേണ്ടത്. ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പയറേഷൻ ആണ്. അപ്പൊ 3 months കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് അറിയേണ്ടത്. അപ്പൊ ആ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ ആ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ എന്തെടുക്കാം? നമുക്ക് 3 months കഴിഞ്ഞിട്ടുള്ള സ്പോട്ട് എടുക്കാം. 3 months കഴിഞ്ഞിട്ടുള്ള സ്പോട്ട് റേറ്റ് എടുക്കാം. എത്ര ക്വസ്റ്റ്യനിലാ സ്പോട്ട് റേറ്റ് തന്നിരിക്കുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ആൻഡ് അറൈവ് അറ്റ് ദി എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ അണ്ടർ ദി ഹെഡ്ജിംഗ് സ്ട്രാറ്റജി ദാറ്റ് വുഡ് ബി പെയ്ഡ് പ്ലാൻ ഇഫ് ആഫ്റ്റർ 3 months. ആഫ്റ്റർ 3 monthsന്റെ എന്ത് തന്നു? സ്പോട്ട് പ്രൈസ് തന്നു. അപ്പൊ എന്തെടുക്കാം? ഈ സ്പോട്ട് പ്രൈസ് എടുക്കാം. ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ അപ്പൊ എന്തെടുക്കാം? -7,900. അപ്പൊ 9,800 minus 7,900 equal to പ്രോഫിറ്റ് വന്നിരിക്കുന്നത്, ഗെയിൻ വന്നിരിക്കുന്നത് 1,900 ആണ്. ഇത് ഒരു ബാരലിലാണ് ഗെയിൻ വന്നിരിക്കുന്നത്. therefore gain on total gain on hedge. അതെങ്ങനെ നമ്മൾ ടോട്ടൽ ഗെയിൻ ഓൺ ഹെഡ്ജ് കാണുക? അപ്പൊ നമ്മൾ എത്രയാണ് ഹെഡ്ജ് ചെയ്തിരിക്കുന്നത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ എത്രയാണ് നമ്മൾ ഹെഡ്ജ് ചെയ്തിരിക്കുന്നത്? 32,000 ആണ് നമ്മൾ ഹെഡ്ജ് ചെയ്തിരിക്കുന്നത്. അപ്പോ 32,000 ബാരൽ, ഒരു ബാരലില് എത്രയാ? 1,900. സോ 32,000 into 1,900 ഈക്വൽ ടു, വീണ്ടും നമുക്കൊരു ബിഗ് എമൗണ്ട് തന്നെ കിട്ടും, 68 lakh. 60 പിന്നെ ഒരു 8 lakh. സോ നമുക്ക് വേണ്ട ഡാറ്റ ഇപ്പൊ കിട്ടി. അപ്പോൾ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. therefore effective cost of selling equal to 2528. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആൻസർ 252.8 lakh. 252.8 lakh കോസ്റ്റ് ഓഫ് ബൈയിങ് പ്ലസ് എന്താ ചെയ്യേണ്ടത്? ഗെയിന് 60 പ്ലസ് 8 lakh. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ 252 കാൽക്കുലേറ്റർ യൂസ് ചെയ്യൂ, പ്ലസ് 60 ഈക്വൽ ടു 313,600. സോ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് കിട്ടി. യൂസ് ചെയ്ത ഫോർമുല ഏതായിരുന്നു? നമ്മൾ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ ഫോർമുല തന്നെയാണ്. കോസ്റ്റ് ഓഫ് ബൈയിങ്, എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ്. ഇവിടെ ബൈയിങ്ങിന് പകരം എന്ത് യൂസ് ചെയ്യേണ്ടി വരും? കോസ്റ്റ് ഓഫ് സെല്ലിംഗ്. പിന്നെ സാധാരണ ബൈയിങ് ആണെങ്കിൽ മൈനസ് ഗെയിൻ ആണ്, ഇവിടെ ഷോർട്ട് ഹെഡ്ജ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഗെയിൻ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഗെയിൻ ഓൺ ഹെഡ്ജ് പ്ലസ് ചെയ്യണം. 313,600,000 എന്നുള്ളത് ആൻസർ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? എഫക്റ്റീവ് കോസ്റ്റ് ഓഫ്, എക്സ്പ്ലെയിൻ ആൻഡ് അറൈവ് എഫക്റ്റീവ് കോസ്റ്റ് പെർ ബാരൽ ആണ്. സോ എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ അല്ലെങ്കിൽ എഫക്റ്റീവ് കോസ്റ്റ് പെർ ബാരൽ ഈക്വൽ ടു, therefore effective cost per barrel equal to 313,600,000 divided by, നമുക്ക് എത്ര ബാരൽ ഉള്ളത്? 32,000. so 313,600 divided by 32 equal to 9,800. equal to rupees 9,800. സോ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ കിട്ടി. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് സെല്ലിംഗ്
10,600 ആയിരുന്നെങ്കിൽ എത്രയാണ് വരുന്നത്? അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ചെയ്ത അതേ കാൽക്കുലേഷൻ തന്നെയാണ്. അപ്പൊ നമ്മളിത് തീർന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. $10,600 ആണെങ്കിൽ സെയിം തന്നെയാണ്. കോസ്റ്റ് ഓഫ് സെല്ലിംഗ്, ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് കണ്ടുപിടിക്കണം. സോ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഈക്വൽ ടു 32,000 ബാരൽസ് മൾട്ടിപ്ലൈഡ് ബൈ ഒരു ബാരലിന്റെ പ്രൈസ് പറയുന്നത് 10,600 ആണ്. 10,600 ആണെങ്കിൽ ഉള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ 32,000 ഇൻറ്റു 10,600 ഈക്വൽ ടു rupees 339,200,000. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കണം. ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജ് കണ്ടുപിടിക്കണം. അതിനുള്ള ഫോർമുല എന്തായിരുന്നു? ഫ്യൂച്ചറിലെ ആ ഫ്യൂച്ചർ പ്രൈസ്, ഇപ്പോഴത്തെ ഫ്യൂച്ചർ പ്രൈസ് കോൺട്രാക്ട് മേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ പ്രൈസ്, ലോസ് നെഗറ്റീവില്, ഫ്യൂച്ചർ പ്രൈസ് when contract made, future price when contract was made. ഒരു മാറ്റം ഉണ്ടാവില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ അതേ ഐറ്റം തന്നെയായിരിക്കും. ഫ്യൂച്ചർ പ്രൈസ് കോൺട്രാക്ട് മെയ്ഡ് ചെയ്തപ്പോൾ 9,800 ആണ്. 9,800 വ്യത്യാസമില്ല. മൈനസ് ഫ്യൂച്ചർ പ്രൈസ് at the time of expiration. ആ ഫ്യൂച്ചർ കോൺട്രാക്ട് ഹോണർ ചെയ്യുന്ന സമയം at the time of expiration 3 months തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ എന്തെടുക്കണം എന്നാ പറഞ്ഞത്? ആ 3 monthന്റെ സ്പോട്ട് നോക്കുക. 3 monthന്റെ സ്പോട്ട് റേറ്റ് എത്രയാ? 10,600. സോ 9,800 മൈനസ് 10,600, 800 എന്ത് വന്നു? ലോസ് വന്നു. 800 ലോസ് ആണ്. ലോസ് ഓൺ ഹെഡ്ജ് ആണ്. അപ്പോൾ therefore ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട രണ്ട് ഡാറ്റ കിട്ടി. കോസ്റ്റ് ഓഫ് എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഈക്വൽ ടു effective cost of selling equal to effective cost of selling equal to നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ലോസ് ആണ്. ലോസ് ആകുമ്പോൾ മൈനസ്. ബൈയിങ് ആയിരുന്നെങ്കിൽ പ്ലസ് ആണ്, അത് ഓർത്ത് വെക്കുക. ആ മൈനസും പ്ലസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൈനസ് ലോസ് ഓൺ ഹെഡ്ജ്. നമ്മളൊരു ടോട്ടൽ ലോസ് കാണാനുണ്ട്. therefore ടോട്ടൽ ലോസ് ഈക്വൽ ടു ഒരു ബാരലിൽ 800 ആണ്. 32,000 ബാരൽ ഇൻറ്റു 800 ഈക്വൽ ടു 25,600,000. ഇപ്പോൾ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് നമുക്ക് നേരത്തെ ആൻസർ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഈക്വൽ ടു 339,200,000. 339,200,000 ആൻഡ് ഇവിടെ 25,600,000 ലോസ് ആണ്. ലോസ് ആയതുകൊണ്ട് മൈനസ്. So equal to 313,600,000. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പെർ യൂണിറ്റ് ആണ്. therefore effective cost of selling per barrel, effective cost of selling per barrel equal to 313,600,000 divided by 32,000. So this is equal to അതും സെയിം തന്നെ ആൻസർ വന്നിട്ടുണ്ട് 9,800.
അത് തിരിഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയെന്നേ ഉള്ളൂ, എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. 9800. ഓക്കെ. ഇപ്പൊ തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫ്യൂച്ചറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ബേസിക് പഠിച്ചു, ഫോർവേഡ് പഠിച്ചു, ഫ്യൂച്ചർ പഠിച്ചു, ഫ്യൂച്ചറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കണേ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ആരോ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. A sugar mill in Maharashtra is expected to produce 100 MT of sugar in the month of February. The current market price today, the month of December, is 22 per kg. February futures contract in sugar due on 20th February is trading at 25 per kilogram. Sugar mills apprehends that price lesser than 25 per kilogram will prevail in February due to excessive supply then. How can sugar mill hedge its position against anticipated decline in sugar price in February? അപ്പോൾ നിങ്ങൾ എനിക്ക് രണ്ട് കാര്യം പറഞ്ഞു തരണം. ഒന്ന്, എന്താണ് ഹെഡ്ജ് ചെയ്യേണ്ടത്, ബൈ ആണോ സെല്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം. ഫ്യൂച്ചറിൽ ഹെഡ്ജ് ചെയ്യേണ്ടത് ബൈ ആണോ അതോ സെല്ലാണോ ചെയ്യേണ്ടത് ഫ്യൂച്ചർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു തരണം. രണ്ട്, ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞു തരണം. നമ്പർ ഓഫ് ഫ്യൂച്ചർ എത്രയാണ് ബൈ ചെയ്യേണ്ടതെങ്കിൽ എത്രയാണ് ബൈ ചെയ്യേണ്ടത്, സെല്ല് ചെയ്യേണ്ടതെങ്കിൽ എത്രയാണ് സെല്ല് ചെയ്യേണ്ടത്. ഞാനൊരു 2 മിനിറ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ നമ്പർ ഓഫ് ഫ്യൂച്ചർ ഒന്ന് കണ്ടുപിടിക്കും. ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും സെയിം ആയിരിക്കും നമ്പർ ഓഫ് ഫ്യൂച്ചർ ഒന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ 2:06 2 മിനിറ്റ് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സമയം തരാം. 2:08 ഞാൻ ആൻസർ ചെയ്യും.
ഓക്കെ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? 1 മിനിറ്റ് കൂടി ഞാൻ തരുന്നുണ്ട്. ഇല്ല, ആർക്കും കിട്ടിയിട്ടില്ല തോന്നുന്നു. ഓക്കെ, ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇതുവരെ ചെയ്ത ഇതേപോലെ തന്നെ ഐറ്റംസ് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പുതുതായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, പുതുതായിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ ആൻസർ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ഷുഗർ മില്ല് മഹാരാഷ്ട്രയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവരെന്താ അർത്ഥം? ഇവര് സെല്ലാണ് ചെയ്യുന്നത്. അപ്പോ സെല്ല് ചെയ്യുക എന്നാണ്, ഇവര് ഷുഗർ മില്ല് സെല്ലാണ്. അപ്പോ ഷുഗർ മില്ല് സെയിൽ ആയതുകൊണ്ട് അവര് നമ്മൾ എന്താ പറഞ്ഞത്? സ്പോട്ട് ഷോർട്ട് ഹെഡ്ജ് ആണ്. മാനുഫാക്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഇതാണ് എന്ത്? ഷോർട്ട് ഹെഡ്ജ്. അപ്പൊ ഇവിടെ മാനുഫാക്ചർ ആണ്, സെല്ലർ ആണ്, അപ്പൊ ഷോർട്ട് ഹെഡ്ജ് ആണ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് മാനുഫാക്ചർ ആണോ അതോ ബയ്യർ ആണോ? ബയ്യർ ആണെങ്കിൽ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ച ലോങ് ഹെഡ്ജ്. ഇവിടെ മാനുഫാക്ചർ ആണ്. മാനുഫാക്ചർ ആണെങ്കിൽ ഷോർട്ട് ഹെഡ്ജ് ആണ്. മാനുഫാക്ചർ ആണെങ്കിൽ ഷോർട്ട് ഹെഡ്ജ് ആണ്. എന്താ ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്ട് സെല്ല് ചെയ്യണം. സെൽ ഫ്യൂച്ചർ കോൺട്രാക്ട് നൗ. നൗ എന്ന് പറഞ്ഞാൽ സ്പോട്ടില്. ഇപ്പോൾ സെൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇൻ സ്പോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് എത്രയെന്ന് അറിയണം. എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് എന്നുള്ളത് അറിയണം. അപ്പോൾ എത്ര ഫ്യൂച്ചർ കോൺട്രാക്ട് വാങ്ങിക്കേണ്ടത്? നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്. രണ്ടും സെയിം ആണ്, അപ്പൊ ബീറ്റ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മുകളിൽ എന്ത് പറയും? നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി ഹെഡ്ജ് ചെയ്യേണ്ടത് അതേ ഫോർമുല തന്നെയാണ് ഇവിടെ ഉള്ളത്. സ്പോട്ട് പൊസിഷൻ, ഇതേ കാര്യം ഒന്ന് നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്ത അതേ കാര്യമാണ്. എത്രയാണ് നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാ, ഡിവൈഡഡ് ബൈ എത്രയാണ് നമുക്ക് ഹെഡ്ജ് ചെയ്യേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ സ്പോട്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ സ്പോട്ട് അതായത് ആക്ച്വൽ ഡിവൈഡഡ് ബൈ ഒരു ഇതിന്റെ വാല്യൂ, ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത്? നമ്പർ അല്ലെങ്കിൽ വാല്യൂ. നമ്പർ ഓഫ് യൂണിറ്റ്സ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്, ഇൻ വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്. സോ നമുക്ക് എത്ര ഇതാ ഹെഡ്ജ് ചെയ്യേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100 MT ആണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ 100, ഡിവൈഡഡ് ബൈ 100. എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ വൺ ഫ്യൂച്ചർ? അവർ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവണല്ലോ. ഓക്കെ, ദ കറന്റ് മാർക്കറ്റ് പ്രൈസ് മന്ത് 22 per ആണ്. ഫെബ്രുവരി ഫ്യൂച്ചർ കോൺട്രാക്ട് ഇൻ ഷുഗർ ഡ്യൂ ഓൺ 20th. The sugar mills apprehend that price is less than 25 per kilogram will prevail in February due to excessive supply. Then how can sugar hedge? Okay. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ, എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്തുകൊണ്ട് തരാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആൻസർ പറയാതിരുന്നത്. വൺ ഫ്യൂച്ചർ കോൺട്രാക്ട് ഒന്ന് ഇതാക്കണേ, ടൈപ്പിംഗ് എറർ ആണ്. വൺ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈക്വൽ ടു 10 അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര ഫ്യൂച്ചർ കോൺട്രാക്ട്സ് വാങ്ങിക്കാം? 10 numbers of future contract. 10 numbers of future contract. ഞാൻ അവർക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുകയാണ്, അവരത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ അത് പ്രൂഫ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് ഇനി മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാണ്. ഷുഗർ മില്ല് അപ്പൊ ഷോർട്ട് ആണ്. അപ്പൊ ഷുഗർ മില്ല് ഫ്യൂച്ചർ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന ഹെഡ്ജിന്. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും? നമ്മൾ സെല്ല് ഫ്യൂച്ചർ മാർക്കറ്റ്, നമ്മൾ അതാ പറയുന്നത്. ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ സെൽ ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ്, സെൽ ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ്. അപ്പൊ ഫ്യൂച്ചർ മാർക്കറ്റിൽ നമ്മൾ എത്രയൊക്കെയാ സെല് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ എടുക്കുന്നു. അപ്പൊ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഇൻ ഷുഗർ ഡ്യൂ ഓൺ 20th February, നമ്മൾ മന്ത് ഓഫ് ഫെബ്രുവരി ആണ്, ഈസ് ട്രേഡിംഗ് അറ്റ് 25 per kilogram. അപ്പൊ 25 per kilogramന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒരു സെൽ ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ് ചെയ്യാം, 25 per kilogram. അപ്പൊ എന്താ സെൽ ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഐ വിൽ സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റില്
എൻറ്റർ ചെയ്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നത്, ഇനി ദ കറന്റ് മാർക്കറ്റ് പ്രൈസ് ടുഡേ മന്ത് ഓഫ് ഡിസംബർ 22 ആണ്. ഇപ്പോ ഡിസംബറിൽ എത്ര പ്രൈസ് ഉള്ളത്? 22 ആണ്. ഫെബ്രുവരി ഫ്യൂച്ചർ കോൺട്രാക്ട് നമുക്ക് ഫെബ്രുവരിയിലാണ് സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പൊ തന്നെ ഫ്യൂച്ചർ എടുത്ത് കോൺട്രാക്റ്റിൽ ചെയ്യുക, സെൽ എന്ന് പറഞ്ഞിട്ട് 25. ഇനി നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഷുഗർ മിൽ അപ്രിയൻ ദാറ്റ് പ്രൈസ് ലെസർ ദാൻ 25 പെർ കിലോഗ്രാം വിൽ പ്രിവെയിൽ ഇൻ ഫെബ്രുവരി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, സപ്പോസ് ഫെബ്രുവരിയിലും ഇതിന്റെ പ്രൈസ് 22 ആണ്, ആക്ച്വൽ മാർക്കറ്റിൽ ഫെബ്രുവരിയിലും 22 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി? 3 പെർ കിലോഗ്രാം ലാഭം കിട്ടി. എന്താ ഈ 3 പെർ കിലോഗ്രാം ലാഭം കിട്ടിയത്? ഇനി ഇവിടെ ശ്രദ്ധിക്കാം, എന്താണ് സംഭവിച്ചത്, എന്താണ് ആക്ച്വലി സംഭവിച്ചത്. നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. ഇതേ സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഷുഗർ കമ്പനി, ഒരു കരിമ്പ് പഞ്ചസാര ആക്കുന്ന ഒരു മില്ലുണ്ട് നിങ്ങൾക്ക്. പഞ്ചസാരയുടെ ഇപ്പോഴത്തെ പ്രൈസ്, കറന്റ് മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റിൽ 22 പെർ കിലോഗ്രാം ആണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് പഞ്ചസാര ഇപ്പോൾ ഡിസംബറിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഡിസംബറിൽ 22 പെർ കിലോഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ കരിമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ പ്രോസസ്സ് ചെയ്ത് 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ എന്തുണ്ടാവും? സ്റ്റോക്ക് ഉണ്ടാവും പഞ്ചസാരയുടെ. അപ്പൊ ഫെബ്രുവരിയിൽ ആണ് നിങ്ങളുടെ പഞ്ചസാരയുടെ സ്റ്റോക്ക് കംപ്ലീറ്റ് വരുന്നത്. അപ്പൊ ഫെബ്രുവരിയിൽ നിങ്ങൾ മാനുഫാക്ചർ ആണല്ലോ, ഫെബ്രുവരിയിൽ നിങ്ങൾ എന്ത് സെല് ചെയ്യും? പഞ്ചസാര സെല് ചെയ്യും, ആക്ച്വൽ പഞ്ചസാര നിങ്ങൾ സെല് ചെയ്യും. നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഫെബ്രുവരി ആകുമ്പോഴേക്കിന് എന്ത് സംഭവിക്കും? പ്രൈസ് കുറയാനാണ് സാധ്യത എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് കംപ്ലീറ്റ് കരിമ്പ് വാങ്ങിച്ച് അത് വെട്ടി അത് പ്രോസസ്സ് ചെയ്ത് കരിമ്പാക്കി മാറ്റുന്നത് നിങ്ങൾക്ക് ഹെവി ലോസ് ആണ്, നിങ്ങൾക്ക് ഹെവി ലോസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിസംബറിൽ നിങ്ങൾ പ്രൈസ് കുറവാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എവിടെ? ഫ്യൂച്ചറിൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് സ്പോട്ടിൽ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? കുറയും, 22 കുറയും, അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ അതിലും കുറയും. അപ്പൊ അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്, നിങ്ങൾ എന്ത് ചെയ്തേക്ക്? നിങ്ങളുടെ കയ്യിൽ 3 മാസം കഴിയുമ്പോൾ പഞ്ചസാര ഉണ്ടാവോ? ഉണ്ടാവും. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 100 MT നിങ്ങൾ ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ നിങ്ങൾ പോയിട്ടൊരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുക. എന്താ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നത്? ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ ഐ വിൽ സെൽ 100 kilograms ഓഫ് ഷുഗർ അല്ലെങ്കിൽ 100 MT ഓഫ് ഷുഗർ ആറ്റ്, നിങ്ങളിപ്പോൾ ഒരു പ്രൈസ് പറഞ്ഞേക്ക് 25. ഇതാണ് ഫ്യൂച്ചർ. ഒരു ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ പറയുന്നു 25 റുപ്പീസ്. ഈ 25 രൂപയ്ക്ക് ഞാൻ സെല്ല് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാണ്. ഇനി ഫ്യൂച്ചർ ആയി, ഫെബ്രുവരി ആയപ്പോൾ നിങ്ങൾ ഇത് മാർക്കറ്റിൽ 100 MT നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ അതിന്റെ പ്രൈസ് 20 അല്ലെങ്കിൽ 22 ഒക്കെ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ലോസ് വരും. പക്ഷെ നിങ്ങൾ മാർക്കറ്റിൽ വിൽക്കുവോ? ഇല്ല, വിൽക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ ഡിസംബർ തന്നെ ആരോ ഒരാളോട് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്തു തരാം? 100 MT 25-ന് വിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര ലാഭം? 3 മാസം കഴിയുമ്പോൾ ഫെബ്രുവരിയിൽ മാർക്കറ്റിൽ 22 അല്ലെങ്കിൽ 20, ഞാൻ സെയിം ആയിട്ട് കൂട്ടുന്നു, 22 ആണ്. ഇത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ആ ഫെബ്രുവരിയിലെ. പക്ഷെ നിങ്ങൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻറ്റർ പറഞ്ഞിട്ടുണ്ട് 25 രൂപക്ക് വിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്ത ആൾക്ക് ഇത് വിൽക്കും. അപ്പൊ മാർക്കറ്റിൽ 22 ഉള്ളൂ ആ സമയത്ത്, പക്ഷെ നിങ്ങൾ ഫ്യൂച്ചർ കോൺട്രാക്ട് എൻറ്റർ ചെയ്തിട്ടുണ്ട് 25 രൂപയ്ക്ക് വിൽക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഗെയിൻ ഓഫ് 3 കിട്ടി. അപ്പൊ ഇവിടെ ഗെയിൻ എത്രയാ ചോദിച്ചാൽ 25 - 22 ആണ്. അപ്പൊ ഈ ടെക്നിക്കൽ ആയിട്ട് വല്ലാണ്ട് ചിന്തിക്കാതെ എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്നുള്ള അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഹെഡ്ജും മനസ്സിലാവും, അതേപോലെ തന്നെ ലോങ് ഹെഡ്ജും മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. അപ്പൊ ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ എന്ത് ചെയ്യാണ്? ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാണ്. ഐ വിൽ ബൈ ആണെങ്കിൽ, ലോങ് ആണെങ്കിൽ ഐ വിൽ ബൈ എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് എൻട്രി ചെയ്യും. ഇപ്പൊ സെൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഐ വിൽ സെൽ എന്ന് പറഞ്ഞിട്ട് ഇത്ര ക്വാണ്ടിറ്റി ഞാൻ സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നു. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്യൂച്ചർ കോൺട്രാക്ട് ക്ലിയർ ആണോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്യണേ ചാറ്റ് ബോക്സിൽ. ക്ലിയർ ആണോ? ഏറെക്കുറെ ക്ലിയർ ആണോ? അത്ര അറിഞ്ഞാൽ മതി. ഫുള്ള് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയോ ഇല്ലേ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്ട് തീർന്നു. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്ട് ഞാൻ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാണ്. എന്നിട്ട് ഇന്നത്തെ നോട്ട്സ് ഞാൻ നിങ്ങളുടെ CMAയുടെ ഗ്രൂപ്പിൽ അയച്ചു തരാം. അപ്പോൾ നോട്ട്സ് ഉണ്ട്, ഞാനത് അയച്ചു തരാം. ജസ്റ്റ് ഒരു മിനിറ്റ്. ആദ്യം നമ്മുടെ ഇതൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഇന്നത്തെ ഫ്യൂച്ചർ കോൺട്രാക്ട്. സോ ജസ്റ്റ് ഒരു മിനിറ്റ്. യെസ്, ഞാനിതിൻ്റെ ഇന്ന് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻസിൻ്റെ നോട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസിൻ്റെ ഇനി എടുക്കാൻ പോകുന്ന പാർട്ടിൻ്റെ നോട്ട്സ്. അപ്പോൾ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഹെഡ്ജിങ് വിത്ത് ഫ്യൂച്ചർ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആദ്യം പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാണ്, സമ്മപ്പ് ചെയ്യാണ്. ബീറ്റ കൺസിഡർ ചെയ്യണോ? ബീറ്റ എവിടെ കൺസിഡർ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് കണ്ടുപിടിക്കുമ്പോഴാണ് ബീറ്റ കൺസിഡർ ചെയ്യേണ്ടത്. ബീറ്റ കൺസിഡർ ചെയ്യണോ? സ്റ്റോക്ക് ഹെഡ്ജ് ചെയ്യുന്നതും ഫ്യൂച്ചർ ഹെഡ്ജ് ചെയ്യുന്നതും സെയിം ആണെങ്കിൽ എന്ത് കൺസിഡർ ചെയ്യേണ്ട? ബീറ്റ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് ആദ്യത്തെ പോയിന്റ്. നെക്സ്റ്റ്, എന്താണ് എത്രയാണ് നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഹെഡ്ജിന് വേണ്ടിയിട്ട്? അത് ഒന്നെങ്കിൽ ഹെഡ്ജ് റേഷ്യോ അല്ലെങ്കിൽ ബീറ്റ ഇൻറ്റു വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ ടു ബി ഹെഡ്ജ്, അതായത് സ്പോട്ട് ഡിവൈഡ് ബൈ ഫ്യൂച്ചർ ആണ്. ഒന്നെങ്കിൽ വാല്യൂ എടുക്കാം അല്ലെങ്കിൽ നമ്പർ എടുക്കാം, ബീറ്റ എടുക്കാൻ മറക്കരുത്. കോറിലേഷൻ ബേസ് ചെയ്തിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്ട് എത്രയാന്നുള്ളത് ചെയ്തു. പിന്നെ നമ്മുടെ ഓപ്ഷൻ സ്പോട്ട് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ ബൈ ആണെങ്കിൽ അപ്പുറത്തെ മാർക്കറ്റിൽ സെല്ലാണ്. ബൈ ചെയ്യുന്നതിന് നമ്മൾ ലോങ് പൊസിഷൻ എന്ന് പറയും, സെല്ല് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഷോർട്ട് പൊസിഷൻ എന്ന് പറയും. പിന്നെ സിസ്റ്റമാറ്റിക് റിസ്ക് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് ആണ് നമ്മൾ പഠിച്ചത്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 4ഉം. പിന്നെ ക്രോസ് ഹെഡ്ജ് പഠിച്ചു. ക്രോസ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആയിട്ടാണ് ഹെഡ്ജ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ബീറ്റ കൺസിഡർ ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ നമ്പർ 5ഉം ക്വസ്റ്റ്യൻ നമ്പർ 6ഉം അതായിരുന്നു. പിന്നെ പഠിച്ചത് ലോങ് ഹെഡ്ജ് ആണ്. ലോങ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്ട് നമ്മൾ ഇപ്പൊ തന്നെ വാങ്ങിക്കും, എന്നിട്ട് ഫ്യൂച്ചർ കോൺട്രാക്ട് സെല്ല് ചെയ്യും. ലോങ് ഹെഡ്ജിലും ഷോർട്ട് ഹെഡ്ജിലും നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്ട് വാങ്ങിക്കുന്നു, അത് സെല്ല് ചെയ്യുന്നു. ലോങ് ഹെഡ്ജിൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇപ്പൊ വാങ്ങിക്കുന്നു, എന്നിട്ട് ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യും. ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇപ്പൊ സെല്ല് ചെയ്യുന്നു, എന്നിട്ട് ഇതില് ലോങ് ഫ്യൂച്ചറിൽ നമ്മൾ അത് വാങ്ങിക്കും. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അത് വാങ്ങിക്കും. 7ഉം 8ഉം ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് പെർ ബാരൽ എത്രയെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം, ലോങ് ഹെഡ്ജും ഷോർട്ട് ഹെഡ്ജും പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോങ് ഹെഡ്ജ് ബയ്യർക്ക് പേടിയാണ്, 3 മാസം കഴിഞ്ഞിട്ട് ആൾക്ക് സാധനം വാങ്ങിക്കാനുണ്ട്, അപ്പൊ പ്രൈസ് കൂടോ എന്നാണ് ആളുടെ പേടി. അങ്ങനെയാണെങ്കിൽ ആളിപ്പോ ഫ്യൂച്ചർ വാങ്ങിക്കട്ടെ, ഭാവിയിൽ സെല്ല് ചെയ്യട്ടെ. അപ്പോൾ ലോങ് ഹെഡ്ജ് ബയ്യറുടെ ആംഗിൾ നിന്നാണ്. ഏത് ബയ്യർ? ആരാണോ കമ്മ്യൂണിറ്റി വാങ്ങിക്കുന്ന ആളുടെ ആംഗിൾ നിന്ന്. ഷോർട്ട് ഹെഡ്ജ് അങ്ങനെയല്ല, മാനുഫാക്ചർ അല്ലെങ്കിൽ സെല്ലറുടെ ആംഗിൾ നിന്നാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന, പ്രൈസ് ലോക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ലോങ് ഹെഡ്ജും ഷോർട്ട് ഹെഡ്ജും. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ബേസിക് പഠിച്ചു, പിന്നെ ഫോർവേഡ് കോൺട്രാക്ട് പഠിച്ചു, പിന്നെ ഫ്യൂച്ചർ പഠിച്ചു. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? ഓപ്ഷൻസിലോട്ട് പോകുന്നു. ആ ഫസ്റ്റ് ക്ലാസ് ബേസിക് ക്ലാസിന്റെ കോൺസെപ്റ്റ് അതേപോലെ തന്നെ രണ്ടാമത്തെ ക്ലാസ്സും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ ഒന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എന്താ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ? ഫ്യൂച്ചറും ഫോർവേഡും ഓപ്ഷൻസും എല്ലാം സെയിം ആണ്, എല്ലാം ഫോർവേഡ് കോൺട്രാക്റ്റാ. എന്താ ഫോർവേഡ് കോൺട്രാക്ട്? നമ്മൾ ഇപ്പൊ തന്നെ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാണ്. I will buy,
അല്ലെങ്കിൽ ഐ വിൽ സെൽ സം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സം ഐറ്റംസ് ഇൻ ഫ്യൂച്ചർ അറ്റ് എ ഇപ്പൊ തന്നെ നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യാണ്. അത് ഫോർവേഡ് ആണോ ഫ്യൂച്ചർ ആണെങ്കിലും ഒരെണ്ണം ഫോർവേഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലാണ്, ബാങ്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ക്ലയന്റും തമ്മിലാണ്. അതായത് പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കോൺട്രാക്ട് ആണ്. അത്രയേ ഉള്ളൂ. ഫ്യൂച്ചർ ഇത് പ്രൈവറ്റ് ആയിട്ടല്ല നടക്കുന്നത്, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടിയും ഇൻവോൾവ് ചെയ്തിട്ടാണ്. അപ്പൊ റെഗുലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഫ്യൂച്ചറിൽ എന്ത് നിർബന്ധ, നമ്പർ ലിമിറ്റഡ് ആയിരിക്കും. അത് ആര് ഫിക്സ് ചെയ്യും? നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്യും. ഫോർവേഡിൽ നമുക്ക് തോന്നിയ നമ്പറിൽ എൻട്രി ചെയ്യാം. അതുകൊണ്ടാണ് ഫോർവേഡിൽ നമ്പർ ഓഫ് ഫോർവേഡ് ഇല്ലാത്തതും ഇവിടെ നമ്പർ ഓഫ് ഫോർവേഡ് കോൺട്രാക്ടിന്റെ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി എന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റിലും ഫ്യൂച്ചറിലും ഒന്നും എന്തില്ല.